ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ജൈനിസം എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ജൈനിസം എന്ന പദം കോൺകറർ എന്ന അർത്ഥം വരുന്ന ജൈന അല്ലെങ്കിൽ ജിന എന്ന പദത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരാളുടെ ഡിസൈഴ്സ് കോൺക്വർ ചെയ്ത ആളെയാണ് ഇവർ ജിന എന്ന് വിളിക്കുന്നത്. ജൈനിസത്തിൻ്റെ വിശ്വാസം പ്രകാരം 24 തീർത്ഥങ്കരന്മാർ അഥവാ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 24ാമത്തെ ടീച്ചറാണ് മഹാവീരൻ. തീർത്ഥങ്കരന്മാരെ ഇവർ ദൈവത്തിൻ്റെ ഇൻകാർണേഷൻ പോലെയാണ് കണക്കാക്കിയിരുന്നത്. തീർത്ഥങ്കര എന്ന വേർഡിനെ പലപ്പോഴും ഫോർഡ് ബിൽഡർ എന്നും പറയാറുണ്ട്. ഫോർഡ് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിൽ കൊടുത്ത പോലെ ഒരു വാട്ടർ വേയിൽ കൂടി നല്ലപോലെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം പോലെ ഉണ്ടാക്കുന്നതിനെയാണ് ഫോർഡ് എന്ന് പറയുക. സഫറിങ്ങിൻ്റെ ഓഷനിൽ ഫോർഡ് ബിൽഡേഴ്സായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവ. ഋഷഭദേവൻ തന്നെ വിളിക്കുന്ന പേരാണ് ആദിനാഥ. മറ്റൊരു പ്രധാനപ്പെട്ട തീർത്ഥങ്കരനാണ് 19ാമത്തെ തീർത്ഥങ്കരൻ. ഇവരുടെ പേര് മല്ലിനാഥ എന്നാണ്. ജൈനിസത്തിൻ്റെ ഇടയിൽ തന്നെ 2 സെക്റ്റുകളുണ്ട്. അത് നമ്മൾ ലേറ്റർ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ശ്വേതാംബരാസ് പറയുന്നത് മല്ലിനാഥ ഒരു സ്ത്രീ ആയിരിക്കാം, കാരണം സ്ത്രീകൾക്കും ജീനാഹുഡ് അറ്റൈൻ ചെയ്യാമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, കാരണം സ്ത്രീ എന്ന് കരുതപ്പെടുന്ന തീർത്ഥങ്കരന് ആരാണ്? അത് മല്ലിനാഥയാണ്. 19ാമത്തെ തീർത്ഥങ്കരയാണ്. മഹാവീരൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന 23ാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥ. ഇദ്ദേഹത്തിൻ്റെ സിമ്പിളാണ് സ്നേക്ക്. ഓരോ തീർത്ഥങ്കരക്കും ഒരു സിമ്പിളും യക്ഷിയും യക്ഷയും ഉണ്ടാകും. അത് നമ്മൾ ലേറ്റർ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു പാർശ്വനാഥൻ്റെ ചുറ്റും തലക്ക് ചുറ്റുമായിട്ട് എന്തുണ്ട്? സ്നേക്സ് ഉണ്ട്, നാഗങ്ങളുണ്ട്. മറ്റൊന്ന് ഇദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന് പറയുന്നത് പത്മാവതിയാണ്. യക്ഷ പാർശ്വയാണ്. യക്ഷ പാർശ്വമാണെന്ന് ഓർത്ത് വെക്കാൻ ഈസിയാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് പാർശ്വനാഥ എന്നാണ്. യക്ഷിയായിട്ടുള്ള പത്മാവതി റൈറ്റ് സൈഡിൽ ഞാൻ യെല്ലോയിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ബനാറസ് ഭരിച്ചിരുന്ന രാജാവായിട്ടുള്ള അശ്വസേനയുടെയും അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിട്ടുള്ള വാമയുടെയും മകനായിരുന്നു പാർശ്വനാഥ. 30 വർഷം റെഗുലർ ലൈഫ് ജീവിച്ച ഒരു ഹൗസ് ഹോൾഡറായിരുന്നു പാർശ്വനാഥ. ശേഷം ഇദ്ദേഹം അസറ്റിക് ആവുകയും 84 ദിവസത്തെ സന്യാസത്തിന് ശേഷം എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു. ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് പ്രകാരം ഇദ്ദേഹം 100 ഇയേഴ്സ് ജീവിച്ചിട്ടുണ്ട്, 100 വർഷം ജീവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ച ലൊക്കേഷനായിട്ട് പറയുന്നത് ബംഗാളിലുള്ള മൗണ്ട് സമ്മേതയാണ്. 24ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള മഹാവീരയുടെ ലൈഫാണ് ഇനി നമ്മൾ നോക്കുന്നത്. അറൗണ്ട് 540 BCയിലാണ് വർത്തമാന മഹാവീരൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പാരൻസ് അവിടെ ഉണ്ടായിരുന്ന ഞത്രിക ക്ലാൻ്റെ റൂളേഴ്സായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ് സിദ്ധാർത്ഥ. ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് ത്രിശല. ത്രിശല മറ്റൊരു കിങ്ങിൻ്റെ സിസ്റ്റർ കൂടിയാണ്. ഈ ഞത്രിക ക്ലാൻ എന്ന പേര് പാലി ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് നായ ക്ലാൻ എന്നാണ് കാണാൻ സാധിക്കുക. ഇദ്ദേഹം ജനിച്ച ലൊക്കേഷനാണ് കുന്തല ഗ്രാമം, ബീഹാറിലുള്ള വൈശാലിയിലാണ്. വൈശാലി ആ സമയത്തുണ്ടായിരുന്ന വിദേഹയുടെ ക്യാപിറ്റലായിരുന്നു. ആചാരംഗ സൂത്ര എന്ന കൃതിയിൽ മഹാവീരൻ്റെ പാരൻസ് പാർശ്വനാഥയുടെ ഫോളോവേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ജൈനിസത്തിൻ്റെ സബ്സെക്റ്റായിട്ടുള്ള ശ്വേതാംബരാസ് വിശ്വസിക്കുന്നത് വർത്തമാന മഹാവീരന് കല്യാണം കഴിച്ചിരുന്നു, അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പറയുന്നത് യശോദ എന്നും കുട്ടിയുടെ പേര് പറയുന്നത് പ്രിയദർശന എന്നാണ്. പക്ഷേ മറ്റൊരു സെക്റ്റായിട്ടുള്ള ദിഗംബരാസ് വിശ്വസിക്കുന്നത് വർത്തമാന മഹാവീരൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ്. പ്രിൻസായി ജീവിച്ചിരുന്ന വർത്തമാന മഹാവീരൻ 30ാമത്തെ വയസ്സിലാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് അസറ്റിക് ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്നത്. 42ാമത്തെ വയസ്സിൽ പാവപുരിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് ലഭിക്കുന്നത്. ഋജുപാലിക എന്ന റിവറിൻ്റെ അടുത്തായിട്ടുള്ള ബാങ്ക്സിലുള്ള സമക എന്നൊരു ഹൗസ് ഹോൾഡറുടെ ഫീൽഡിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കേവലജ്ഞാനം, അതായത് ഇൻഫിനിറ്റ് നോളജ്, ഓംനിസെൻസ് എന്നൊക്കെ പറയുന്ന ജൈനിസത്തിലെ എൻലൈറ്റൻമെൻറ്റ് ലഭിക്കുന്നത്. പാവപുരിയിൽ വെച്ച് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമണും. ഇദ്ദേഹത്തിൻ്റെ എൻലൈറ്റൻമെൻറ്റിന് ശേഷം ഇദ്ദേഹത്തിന് ലഭിച്ച ടൈറ്റിലാണ് മഹാവീര. മഹാവീര എന്ന പദത്തിൻ്റെ അർത്ഥം ഗ്രേറ്റ് ഹീറോ എന്നാണ്, മഹാവീരൻ. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റ് ടൈറ്റിൽസാണ് ജൈന, ജിതേന്ദ്രിയ, നിർഗ്രന്ഥ. ജൈന എന്ന് പറയുന്നത് കോൺകേഴ്സ് ഓൾ ഹിസ് സെൻസസ്. നിർഗ്രന്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് വൺ ഹൂ ഈസ് ഫ്രീ ഫ്രം ഓൾ ബോൺസ്.
ജൈൻ ഡോക്ട്രിൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഗ്യാതറിംഗ് ആണ്. സാധാരണ ആളുകളുടെ ഗ്യാതറിങ്ങിനാണ് സാമവാസരണ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. സാമവാസരണ എന്നതിൻ്റെ ഒരു ഡെപ്പിക്ഷനാണ് റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കാണാം സെൻട്രൽ ഫിഗറായിട്ടൊരു പ്രീച്ചിങ് പവലിയനിൽ മഹാവീര ഇരിക്കുന്നതായിട്ട്. മഹാവീരയുടെ ഫസ്റ്റ് ഗ്യാതറിങ് സക്സസ്ഫുൾ അല്ലായിരുന്നു. ആളുകൾ ഇയാളെ സ്വീകരിച്ചില്ല. രണ്ടാമത് പാവപുരിയിൽ നടത്തിയിട്ടുള്ള ഗ്യാതറിങ്ങിലാണ് ആളുകൾ ഇദ്ദേഹത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ സെർമൺ നടക്കുന്നതും. ഈ ഒരു ഗ്യാതറിങ്ങിൽ 11 ബ്രാഹ്മണന്മാർ അവരുടെ ബ്രാഹ്മണ മതം ഉപേക്ഷിച്ചുകൊണ്ട് ജൈനിസം സ്വീകരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ബ്രാഹ്മണന്മാരുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു തീർത്ഥങ്കരൻ്റെ ചീഫ് ഡിസിപ്ലിനെ വിളിക്കുന്ന പേരാണ് ഗണധാര. സാമവാസരണയുടെ ഡെപ്പിക്ഷൻസിൽ നമുക്ക് തീർത്ഥങ്കരനൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നതാണെങ്കിലും ഈ ബോഡി ഒരു 2 ഇഞ്ചസൊക്കെ ത്രോണിന് കുറച്ച് പൊന്തിയിട്ടാണ് ചിത്രം വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ചുറ്റും ഓരോ തീർത്ഥങ്കരാസിൻ്റെയും ഗണധാരാസ് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഓരോ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇവരുടെ മൊണാസ്റ്റിക് ഓർഡറിനെയും ഗണങ്ങളായിട്ട് തിരിച്ചിരുന്നു. ഓരോ ഗണാസിൻ്റെയും ഹെഡായിട്ട് ഓരോ ഗണധാരകളെയും അപ്പോയിൻ്റ് ചെയ്തിരുന്നു. 72ാമത്തെ വയസ്സിലാണ് മഹാവീര മരിക്കുന്നതും പാവ എന്ന് പറയുന്ന ഈ പാവപുരിയിൽ വെച്ചിട്ടാണ്. ഹസ്തിപാല എന്നൊരു റൂളറുടെ വീട്ടിൽ വെച്ചിട്ടാണ് മഹാവീരൻ മരിച്ചത്. ജൈനമതത്തിലുള്ള ആളുകൾ പൊതുവെ പറയുന്ന ട്രഡീഷണൽ ഡേറ്റ് BC 527 ഈ ഒരു വർഷം തൊട്ടാണ് വീരനിർവാണ എറ എന്ന് പറയുന്ന കലണ്ടറും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം മരിച്ച രാത്രിയിൽ ഇദ്ദേഹത്തിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലാസും ലിച്ചവീസും വളരെ വലിയ സെലിബ്രേഷൻസ് നടത്തിയെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ജൈനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയോളജിയും ഫിലോസഫീസും എന്താണെന്ന് നോക്കാം. ജൈനിസം ബുദ്ധിസത്തിനെയും അജീവികാസിനെയും ഒക്കെ പോലെ വേദങ്ങളുടെ അതോറിറ്റിയെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ബുദ്ധിസത്തിൽ ആത്മാവ്, അതായത് സോൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ജൈനിസത്തിൽ സോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ വിശ്വസിച്ചത്. എക്സിസ്റ്റൻസും ഗെയിൻസ് ഓഫ് നോളജൊക്കെ ഫീൽ ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും സോളായിരുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. മൈൻഡും ബോഡിയൊക്കെ ജസ്റ്റ് ഒരു മാറ്ററായിട്ടാണ് ഇവർ കണക്കാക്കിയിരുന്നത്. മഹാവീരയുടെ പ്രധാനപ്പെട്ട ടീച്ചിങ് ആയിരുന്നു ധർമ്മ, അതായത് റൈറ്റ് പാത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ജൈനിസത്തിൻ്റെ അഹിംസ. ഒരു സാധനത്തിനെയും ഒരു ലിവിങ് ഓർഗാനിസത്തിനെയും ഹാം ചെയ്യരുത് എന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. അൾട്ടിമേറ്റ് ട്രൂത്തിനും റിയാലിറ്റിക്കും കുറേ ആസ്പെക്ട്സുകളും അത് വളരെ കോംപ്ലക്സും ആയിരുന്നു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു വാദത്തിന് പറയുന്ന പേരാണ് അനേകാന്തവാദ. ജൈനിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് 3 ഫോൾഡ് പാത്ത്, അതായത് 3 ജ്വൽസ് ഓഫ് ജൈനിസം എന്നറിയപ്പെടുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, പിന്നെ റൈറ്റ് കണ്ടക്റ്റ്. ജൈനിസത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ള സ്വസ്തികയുടെ മുകളിൽ കാണുന്ന പച്ച ഡോട്ട്സാണ് ഈ ഒരു 3 ജ്വൽസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലാഗ് അനലൈസ് ചെയ്യുമ്പോൾ ലേറ്റർ പാർട്ടിൽ പറയുന്നതാണ്. 5 കൺസ്ട്രെയിൻസ് ഇൻ ലൈഫ് എന്നറിയപ്പെടുന്നത് അഹിംസ, സത്യ, അസ്തേയ, അപരിഗ്രഹ, ബ്രഹ്മചാര്യ. ഇതിൽ ബ്രഹ്മചാര്യ എന്ന് പറയുന്ന 5ാമത്തെ കോൺസ്ട്രെയിൻറ്റ് മഹാവീരയാണ് ആഡ് ചെയ്യുന്നത്. ജൈനിസത്തിൽ ലേറ്റർ പീരീഡിൽ ഉയർന്നു വരുന്ന 2 സെക്റ്റുകളാണ് ശ്വേതാംബരാസും ദിഗംബരാസും. അതിൽ ശ്വേതാംബരാസ് സെക്റ്റിൻ്റെ കീഴിൽ 8 പ്രധാനപ്പെട്ട സിമ്പിൾസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. 8 ഓസ്പീഷ്യസ് സിമ്പിൾസ് ഓഫ് ദ ശ്വേതാംബര സെക്റ്റ്. പീസിനെയും വെൽബീയിങ്ങിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് സ്വസ്തിക. സ്വസ്തിക നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ കൂടിയായിരിക്കും. ടോപ്പിൽ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ള ചിത്രമാണ് സ്വസ്തിക. സ്വസ്തികയുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് നന്ദവർത്ത. ഇതിന് 9 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരനാഥ എന്ന് പറയുന്ന 18ാമത്തെ തീർത്ഥങ്കരനെയാണ്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിംഹാസനമാണ് ഭദ്രാസന. ഒരു നോട്ട് പോലെയുള്ള ഒരു ചിഹ്നമാണ് ശ്രീവാസ്ത. ആ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂട്ടി കെട്ടിക്കിടക്കുന്ന ഒരു കയറ് പോലെയാണ് ആ ഒരു ചിത്രമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എൻഡ്ലെസ് നോട്ട് എന്നും വിളിക്കാൻ പറ്റും. ഈ ഒരു ചിത്രം നമ്മൾ പൊതുവേ കാണാറ് തീർത്ഥങ്കരാസിൻ്റെ ഇമേജ്, അതായത് സ്കൾപ്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെസ്റ്റിൽ ഈ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്യുവർ സോളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
വെള്ളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ചിഹ്നമാണ് കലാശ. ഇതൊരു വാട്ടർ പോട്ടാണ്. ഇതിൽ പ്യുവർ വാട്ടർ ഫില്ല് ചെയ്ത് വെക്കും. വർദ്ധമാനക എന്ന് പറയുന്നത് ഒരു ലാമ്പാണ്, ഒരു പാത്രം പോലെയുള്ളൊരു ലാമ്പാണ്. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ വെൽത്ത്, ഫെയിം ആൻഡ് മെറിറ്റ്. മീനയുഗള എന്ന് പറയുന്നത് ഒരു ഫിഷ് കപ്പിളിൻ്റെ ചിത്രമാണ്. 2 മീനുകളാണ്. ഇത് സെക്ഷൽ ഏർജസിനെ കോൺക്വസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇന്നർ സെൽഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററാണ് ദർപ്പണം. ഉത്തരാധ്യായന സൂത്രയിൽ പറയുന്നൊരു സ്റ്റോറിയാണ് ജയഘോഷ എന്ന ബ്രാഹ്മണയുടെ ഒരു സ്റ്റോറി. ഇദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ വിജയഘോഷ എന്നൊരു ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തി. ഇദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു വേദിക് സാക്രിഫൈസ് റിച്വൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് റിച്വലായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വിതരണത്തിൽ ഇദ്ദേഹത്തിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻസ്റ്റഡ് ഇയാളോട് വേറെ എവിടെയെങ്കിലും പോയി ബെഗ് ചെയ്തോളാൻ റൂഡായിട്ട് പറയുകയും പെരുമാറുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ വന്നു. അങ്ങനെ ലാസ്റ്റിൽ ജയഘോഷ വിജയഘോഷേനെ എന്താണ് ഒരു ട്രൂ ബ്രാഹ്മണൻ്റെ ക്വാളിറ്റീസ് എന്ന് പഠിപ്പിക്കുകയാണ്. ഒരാളുടെ ആക്ഷൻസാണ് അയാളെ ബ്രാഹ്മണനാക്കുന്നത്, അല്ലാതെ ബേർത്തല്ല എന്നാണ് പറയുന്നത്. ഒരാളുടെ ആക്ഷൻസാണ് മറ്റ് കാസ്റ്റുകളുടെയും ബേസിസ് എന്നും ഈ ഒരു മെസ്സേജിൽ നമുക്ക് കാണാം. ഇത് ജൈനിസം കാസ്റ്റിസമായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിലും അതിലെങ്ങനെയായിരുന്നു വർണ്ണ സിസ്റ്റം വർക്ക് ചെയ്തത് എന്നുള്ളതിന് ഒരു നല്ല എക്സാമ്പിളാണ്. പ്രതിക്രമണ എന്ന് പറയുന്നത് ജൈനിസത്തിലുള്ളൊരു പ്രോസസ്സാണ്. പ്രതിക്രമണ എന്ന പദത്തിൻ്റെ അർത്ഥം റിട്ടേണിങ് ഫ്രം വയലേഷൻസ് എന്നാണ്. ചെയ്തുപോയ തെറ്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. 5 തരം പ്രതിക്രമണ രീതികളുണ്ടായിരുന്നു. ഒന്ന് ഡെയിലി ഈവനിങ് ചെയ്യുന്നത്, മറ്റൊന്ന് ഏർലി മോർണിംഗ്, പിന്നെ എവറി 15 ഡേയ്സിൽ ചെയ്യുന്നത്, 4 മന്ത്സിൽ ചെയ്യുന്നത്, വൺസ് പെർ ഇയർ ചെയ്യുന്നത്. വളണ്ടറിലി പട്ടിണി കിടന്ന് മരിക്കുന്നതിനെയാണ് സെർലിഗ്ന എന്ന ജൈനിസത്തിൽ പറയുന്നത്. ജൈന മോങ്സും ഹൗസ് ഹോൾഡേഴ്സും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 2015 രാജസ്ഥാൻ ഹൈക്കോടതി ഈ ഒരു പ്രാക്ടീസ് ബാൻ ചെയ്തിരുന്നു. പക്ഷേ ലേറ്റർ ആ ഒരു ബാന് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ജൈനിസത്തിൻ്റെ സോഷ്യൽ കോമ്പസിഷൻ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ പല കാസ്റ്റിൽപ്പെട്ട ആളുകളെയും കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു ജൈന മതത്തിൽ വർദ്ധമാന മഹാവീരൻ്റെ ഫോളോവേഴ്സായിട്ട് ആദ്യം ജോയിൻ ചെയ്തിരുന്നത് 11 ബ്രാഹ്മണന്മാരായിരുന്നു. ത്രൂ ഔട്ട് ജൈനിസം നമുക്കൊരു സ്ട്രോങ് ബ്രാഹ്മൺ റെപ്രസെൻറ്റേഷനും കാണാൻ സാധിക്കും. ലോവർ കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ്റെ ഒരു എവിഡൻസാണ് ഉത്തരാധ്യായന സൂത്രയിലുള്ള ഹരികേശിയുടെ സ്റ്റോറി. ഇദ്ദേഹം ഒരു ശ്വാപക, അതായത് ചണ്ടേല ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആളായിരുന്നു. ജൈനിസത്തിലെ ആദ്യത്തെ നൺ, അതായത് സന്യാസിനിയാണ് ചന്ദനബാല. ചന്ദനബാലയുടെ ഒറിജിനൽ പേരാണ് വസുമതി. ഇവർ ജൈനമതം സ്വീകരിച്ചതിന് ശേഷമുള്ള പേരാണ് ചന്ദനബാല. മഹാവീരന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചന്ദനബാലയെ മഹാവീരൻ ഇഗ്നോർ ചെയ്യുകയും ലേറ്റർ ഇവരുടെ ഒരു പേർപ്പസ് റിയലൈസ് ചെയ്തുകൊണ്ട് ചന്ദനബാല ഓഫർ ചെയ്ത അഴുകിയ ഫുഡ് മഹാവീരൻ കഴിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഒരു ഫെമൈൻ്റെ മുൻപായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ജൈനമത വിശ്വാസികൾ സൗത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭദ്രബാഹു എന്ന മോങ്കിൻ്റെ കീഴിൽ വന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ജൈന മോങ്സ് 12 വർഷം കർണാടക റീജിയനിൽ സ്പെൻഡ് ചെയ്തു. ശേഷം ഭദ്രബാഹു മരിച്ചതിന് ശേഷം അവർ തിരിച്ച് പാടലിപുത്രയിലേക്ക് പോയി. സൗത്ത് ഇന്ത്യയിലുള്ള ജൈനമതത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന ഏർലിയസ്റ്റ് കൃതിയാണ് മഹാവംശ. ഈ ഒരു കൃതിയിൽ ശ്രീലങ്കയിലുള്ള അനുരാധപുര എന്ന സ്ഥലത്ത് ജൈൻ മോങ്സിന് ടെമ്പിൾസും ഹൗസസൊക്കെ ബിൽഡ് ചെയ്ത് കൊടുത്തതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. 4th സെഞ്ച്വറി BCയിൽ പാണ്ഡുഗഭയ എന്ന രാജാവാണ് ഇവർക്ക് ഈ ഒരു ഹൗസസും ടെമ്പിൾസൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത്. നിഗന്ത എന്ന ടേമാണ് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ജൈനമത മോങ്സിനെ വിളിക്കാൻ ഉപയോഗിക്കുന്നത്. മധുരൈ കാഞ്ചി എന്ന കൃതിയിലും മധുരയിലുള്ള ജൈനമത വിശ്വാസികളുടെ ടെമ്പിളിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും കണ്ടെത്തിയിട്ടുള്ള പല തമിഴ് ബ്രഹ്മി ഇൻസ്ക്രിപ്ഷൻസിലും ഇവരെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയവർ തിരിച്ചു വന്നപ്പോൾ നോർത്തിലുണ്ടായിരുന്ന ജൈനമതത്തിൻ്റെ സ്ട്രക്ചർ പാടെ മാറിയിരുന്നു.
സ്ഥൂലഭദ്രയുടെ കീഴിലുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന മോങ്സ് അവിടെ അവരുടെ കാനോണൊക്കെ കോഡിഫൈ ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന മോങ്സ് വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു വ്യത്യാസങ്ങളുടെ ബേസ് ചെയ്തിട്ട് ഇവർ 2 സെക്റ്റുകളായിട്ട് തിരിയുകയാണ്. സൗത്തിൽ പോയിട്ട് റിട്ടേൺ ചെയ്ത ആളുകളെ ദിഗംബരാസ് എന്നും നോർത്തിൽ തന്നെ ഉണ്ടായിരുന്ന വൈറ്റ് ക്ലോത്ത്സ് ധരിച്ചിരുന്ന ആളുകളെ ശ്വേതംബരാസ് എന്നും വിളിക്കുന്നു. ദിഗംബരാസ് ഇവർ കോഡിഫൈ ചെയ്തിട്ടുള്ള കാനണിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നോർത്തേൺ മോങ്സിനെ ഫാൾസ് ജൈനാസ് എന്നും വിളിക്കുന്നു. ശ്വേതാംബര വിഭാഗവും ദിഗംബരാസിന് പലതും പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യമാണ് ഇവരുടെ സെക്ട് ഒറിജിൻ ചെയ്യുന്നത് സെൽഫ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ശിവഭൂതി എന്ന മോങ്കിൽ നിന്നാണെന്നാണ് ശ്വേതാംബരാസ് പറയുന്നത്. ഈ ഒരു തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് കാരണം 5-ാം നൂറ്റാണ്ടിൽ വളവിയിൽ വെച്ച് നടന്നിട്ടുള്ള കൗൺസിലിൽ ദിഗംബര മോങ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അവരത് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് സബ്സെക്ട്സിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ദിഗംബരാസ് നമ്മൾ പറഞ്ഞു സൗത്തിൽ പോയിട്ട് റിട്ടേൺ ചെയ്ത ആളുകളാണ്. ഇവരുടെ ദിഗംബര എന്ന പദത്തിൻ്റെ അർത്ഥം സ്കൈ ക്ലാഡ് എന്ന്. ജൈൻ മോങ്സിന് ന്യൂഡിറ്റി വളരെ പ്രധാനമാണെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ദിഗംബരാസിൻ്റെ വിശ്വാസം അനുസരിച്ച് മഹാവീരൻ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ അദ്ദേഹം സന്യാസ ജീവിതം ആക്സെപ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പാരൻസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. റൈറ്റ് സൈഡ് കൊടുത്ത പോലെ ഇവരുടെ സ്കൾപ്ചേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി ന്യൂഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ധരിക്കാത്ത കണ്ണുകളിങ്ങനെ താഴ്ത്തി വച്ചിട്ടുള്ള ഫിഗേഴ്സാണ്. ഇവരുടെ ഹാഗിയോഗ്രാഫീസിനെ പുരാണാസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇവർ സൗത്തിൽ പോയിട്ട് റിട്ടേൺ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു ദിഗംബര സെക്റ്റ് കർണാടകയിൽ വളരെ പോപ്പുലറാണ്. ഇവരെ നിർഗ്രന്ഥ ബോണ്ട്ലെസ് എന്നും വിളിക്കാറുണ്ട്. സന്യാസിനിമാർ ഒരു വൈറ്റ് പ്ലെയിൻ സാരി ധരിച്ചിരുന്നു. അതിന് പറയുന്ന പേരാണ് ആര്യഗാസ്. മഹാവീരൻ്റെ ടീച്ചിങ്സ് പ്രകാരമുള്ള 5 കോൺസ്ട്രെയിൻസ് ഇവർ ഫോളോ ചെയ്തിരുന്നു. സുക്തപാഹുത എന്ന കൃതിയിലാണ് ഏർലിയസ്റ്റ് റെക്കോർഡ് ഓഫ് ദിഗംബരാസ് അവൈലബിൾ ആയിട്ടുള്ളത്. ദിഗംബരാസ് വിശ്വസിക്കുന്നത് മല്ലി ഒരു പുരുഷനായിരുന്നു, സ്ത്രീകൾക്ക് തീർത്ഥങ്കരന്മാരാവാൻ സാധിക്കില്ല എന്നാണ്. ശ്വേതാംബര സ്കൂളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവരുടെ മൊണാസ്റ്റിക് റൂൾസൊക്കെ വളരെ റിജിഡാണ് എന്ന് മനസ്സിലാക്കാം. ശ്വേതാംബരാസ് എന്ന പദത്തിൻ്റെ അർത്ഥം വൈറ്റ് ക്ലാഡ് എന്നാണ്. മഗധയിൽ ഫെമൈൻ ഉണ്ടായ സമയത്ത് അവിടെ തന്നെ നിന്നിരുന്ന ആളുകളാണ് പിന്നീട് ശ്വേതാംബര സെക്ടായിട്ട് മാറുന്നത്. മഹാവീരന് മുൻപുണ്ടായിരുന്ന പാർശ്വനാഥ എന്ന തീർത്ഥങ്കരൻ്റെ ടീച്ചിങ്സാണ് ഇവർ പ്രധാനമായും ഫോളോ ചെയ്യുന്നത്. ഇവരുടെ ആർഗ്യുമെൻ്റ് അനുസരിച്ച് തീർത്ഥങ്കരന് അവരുടെ പാരൻസിൻ്റെ ഡെത്തിന് ശേഷം മാത്രമാണ് സന്യാസ ജീവിതം സ്വീകരിച്ചത്. ദിഗംബരാസ് പുരാണ എന്ന ഹാഗിയോഗ്രാഫിക്ക് പറയുന്നുണ്ടെങ്കിൽ ഇവർ ചരിത എന്ന പദമാണ് ഹാഗിയോഗ്രാഫിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രധാനമായും ഗുജറാത്ത്, രാജസ്ഥാൻ റീജിയനിലാണ് പോപ്പുലറായിട്ടുള്ളത്. മഹാവീരൻ അവസാനമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള 5ാമത്തെ കോൺസ്ട്രൻ്റ് ആയിട്ടുള്ള ബ്രഹ്മചാരിയിൽ ഇവർ വിശ്വസിച്ചിരുന്നില്ല. ഇവർ പ്രധാനപ്പെട്ടത് ടീച്ചിങ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത് പാർശ്വനാഥയുടെ ടീച്ചിങ്സാണ്. ഇവരുടെ വിശ്വാസപ്രകാരം 23ാമത്തെയും 24ാമത്തെയും തീർത്ഥങ്കരന്മാർ വിവാഹം കഴിച്ചിരുന്നു. മഹാവീരൻ്റെ വൈഫായിരുന്നു യശോദ. അതുപോലെ മഹാവീരനൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് പ്രിയദർശന. ശ്വേതാംബര സ്കൂളിലുള്ള മോങ്സ് ഒരു വൈറ്റ് ക്ലോത്തിങ്ങും ബെഗ്ഗിങ് ബൗളും മുന്നിൽ നിന്ന് ഇൻസെക്ട്സിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷും ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചൂല് പോലത്തെ ഒരു സാധനം. പിന്നെ അതുപോലെ ബുക്ക്, റൈറ്റിംഗ് മെറ്റീരിയൽസൊക്കെ എപ്പോഴും കൂടെ കരുതിയിരുന്നു. ഇവരുടെ വിശ്വാസപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തീർത്ഥങ്കരന്മാരാവായിരുന്നു. അതുകൊണ്ട് തന്നെ മല്ലിയൊരു സ്ത്രീയായിരുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നു. ന്യൂഡിറ്റി നമ്മൾ ഓൾറെഡി പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ പോയിൻ്റ് പറയാനുള്ള മധുരയിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഏർലിയസ്റ്റ് തീർത്ഥങ്കരാസിൻ്റെ ഇമേജൊക്കെ ന്യൂഡാണ്. ദിഗംബരാസിൻ്റെ ഇടയിൽ തന്നെ ലേറ്റർ നമുക്ക് സ്പ്ലിറ്റ് വരുന്നതും സെക്റ്റുകളായിട്ട് മാറുന്നതും കാണാൻ സാധിക്കും. ഇതിൽ 2ആയിട്ടാണ് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്യാറുള്ളത്. ഒന്ന് മൂലസംഘ എന്ന് പറയുന്നത് ഒറിജിനൽ സൊസൈറ്റി, ആദ്യം ഉണ്ടായിരുന്ന ജൈൻ മൊണാസ്റ്റിക് റൂൾസൊക്കെ ഫോളോ ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിയാണ് മൂലസംഘ. മറ്റേത് 3 പ്രധാനപ്പെട്ട മോഡേൺ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതാണ് ബിസ്പാന്തി, തേരാപാന്തി ആൻഡ് താരൻപന്തി. ഇത് അത്ര പ്രധാനപ്പെട്ടതല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും.
കാരണം ഇതിൽ വരുന്ന മാറ്റങ്ങൾ നോക്കുമ്പം മറ്റുള്ള റിലീജിയൻസിൽ നിന്നും സെക്റ്റുകളിൽ നിന്നൊക്കെ ഇവർ എത്രത്തോളം പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് മാത്രം എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. ശ്വേതാംബര സെക്റ്റിന് 3 പ്രധാനപ്പെട്ട സബ് സെക്റ്റുകളാണുള്ളത്. ഒന്ന് സ്തനകാവസി, മറ്റൊന്ന് മൂർത്തി പൂജക, മറ്റൊന്ന് തേരാപാന്തി. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കിയാൽ മതി. ഇതിലൊരു കാര്യം മാത്രം പറയുന്നത്, ഇവിടെ സൈഡിലിരിക്കുന്ന മോങ്കിൻ്റെ ഫേസിലൊരു മാസ്ക് പോലൊരു സാധനം കണ്ടില്ല, അതിനാണ് മുഹപ്പത്തി എന്നാണ് അതിന് പറയുക. ഇതൊരു മാസ്ക് പോലെയാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ എയറിലൊക്കെയുള്ള ഇൻസെക്ട്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പോലെയുള്ള ഓർഗാനിസംസിനെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാനാണ്, അറിയാതെ അവരുടെ വായിൽ പോയിട്ട് അത് കൺസ്യൂംഡായി പോവാതിരിക്കാനാണ്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ജൈൻ കൗൺസിൽസ്. 2 പ്രധാനപ്പെട്ട കൗൺസിൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ആദ്യത്തെ ജൈൻ കൗൺസിൽ. ഇത് നടക്കുന്നത് ബീഹാറിലുള്ള പാടലിപുത്രയിൽ വെച്ചിട്ടാണ്. BC 310 നടക്കുന്ന ഈ ഒരു കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് സ്ഥൂലഭദ്ര എന്ന ജൈൻ മോങ്കായിരുന്നു. ലേറ്റർ പീരീഡിൽ ദിഗംബരാസ് റിജക്റ്റ് ചെയ്യുന്ന 12 അംഗാസിൻ്റെ കമ്പൈലേഷൻ ഈ ഒരു ജൈൻ കൗൺസിലാണ് നടക്കുന്നത്. രണ്ടാമത്തെ ജൈൻ കൗൺസിൽ ദിഗംബരാസ് ബോയ്ക്കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നടക്കുന്നത് 512 AD ഗുജറാത്തിലുള്ള വളഭിയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ദേവാർത്തി ക്ഷ്മശ്രമണ. ഈ ഒരു കൗൺസിലാണ് ഫൈനൽ കമ്പൈലേഷൻസ് നടക്കുന്നത്. ഏർലി മെഡീവൽ പീരീഡിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ബംഗാൾ, ഒറീസ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കർണാടക തുടങ്ങിയ റീജിയൻസിലാണ് ജൈനിസം വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്നത്. ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള ക്സ്വാങ് സാങ് ജൈനിസത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ട്രാവൽസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പീരീഡിൽ ശ്വേതാംബര സെക്റ്റിനേക്കാളും ദിഗംബര സെക്റ്റായിരുന്നു മോർ പോപ്പുലർ. ഗുജറാത്തിലുണ്ടായിരുന്ന ചപ്പ കിങ്സിൻ്റെയും പരമാര കിങ്സിൻ്റെയൊക്കെ പാട്രണേജ് ജൈൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ലഭിച്ചിരുന്നു. പെനിൻസുലാർ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ജൈനിസത്തിന് പാട്രണേജ് കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളായിരുന്നു ഗംഗാസ്, രാഷ്ട്രകൂടാസ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചാലുക്യാസ് ആൻഡ് കടമ്പാസ്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബുക്കുകൾ ഈ ഒരു പീരീഡിൽ എഴുതപ്പെടുന്നതായിട്ട് കാണാം. സംസ്കൃതം, പ്രാകൃത്, അപഭ്രംശ, കന്നഡ, തമിഴ് ഇതിലൊക്കെ നമുക്ക് ജൈൻ ടെക്സ്റ്റുകൾ ഈ ഒരു പീരീഡിൽ നിന്ന് അവൈലബിൾ ആണ്. ജൈനിസത്തിൻ്റെ വേർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ജൈൻ ഐക്കണോഗ്രാഫി. ഇവർ ദൈവത്തിനെ ആരാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും തീർത്ഥങ്കരാസിൻ്റെ ഇമേജിന് ഇവർ വേർഷിപ്പ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏർലിയസ്റ്റ് സ്റ്റോൺ ഇമേജസിലൊക്കെ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട സ്കൾപ്ചേഴ്സ് ഉൾപ്പെടുന്നു. മൗര്യ പീരീഡിലേതോ അല്ലെങ്കിൽ ഏർലി ശുംഗ പീരീഡിലേതോ എന്ന് കരുതപ്പെടുന്ന ലോഹാണിപൂർ എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളൊരു മെയിൽ ന്യൂഡ് ഫിഗർ റൈറ്റ് സൈഡിലുള്ള ടോർസോ ജൈനമതവുമായിട്ട് പലരും അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരായിരുന്നു പ്രൈമറി ഫോക്കസ് ഓഫ് വർഷിപ്പ്. കൂടാതെ ഓരോ തീർത്ഥങ്കരനുമായിട്ട് ബന്ധപ്പെട്ട് യക്ഷാസ്, യക്ഷിണീസ് അങ്ങനെ പല പല ഐക്കൺസും വർഷിപ്പ് ചെയ്യുന്ന ഫോംസൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ തീർത്ഥങ്കരനും അവരുമായിട്ട് ബന്ധപ്പെട്ട ഉപാസകാസും യക്ഷാസും യക്ഷിണീസിനെയാണ്. ഇത് ചില എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ഏത് തീർത്ഥങ്കരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു തീർത്ഥങ്കരൻ്റെ ഉപാസകൻ ആരാണ്, അങ്ങനെ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ്. ഇതിൽ 24 ആളുകളുടെയും ചിഹ്നവും ഉപാസകയും അല്ലെങ്കിൽ യക്ഷിയൊക്കെ ഓർത്ത് വെക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആദിനാഥ, പിന്നെ അതുപോലെ മല്ലിനാഥ, പിന്നെ ലാസ്റ്റിലേക്കുള്ള പാർശ്വനാഥ, പിന്നെ മഹാവീര, അങ്ങനത്തെ കുറച്ച് പേരത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ആദ്യത്തെ തീർത്ഥങ്കരനായിട്ടുള്ള ആദിനാഥയുടെ ചിഹ്നം ബുള്ളാണ്. അവരുടെ യക്ഷ ഗോമുഖ, യക്ഷി ചക്രേശ്വരി. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ട്രിക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദിനാഥ ഒരു ബുള്ള് വലിക്കുന്ന ഒരു വണ്ടിയിലിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ബുള്ളാണ് ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം. ഗോമുഖ, അതായത് ഈ ഒരു ബുള്ളിൻ്റെ ഫേസാണ് ഗോമുഖ എന്ന് ഓർത്താൽ മതി. അതുപോലെ വണ്ടീൻ്റെ ചക്രം, അത് ചക്രേശ്വരി. ബാക്കി 13 തൊട്ട് 24 വരെയുള്ള തീർത്ഥങ്കരന്മാരും അവരുടെ ചിഹ്നവും യക്ഷാസും യക്ഷീസുമാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തത്. ഇതിൽ കുറച്ച് ആവുന്നത്ര പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ബട്ട് സ്റ്റിൽ എല്ലാവരും പഠിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. എന്തായാലും പാർശ്വനാഥ, മഹാവീര, മല്ലിനാഥ,
എന്തായാലും പഠിച്ചു വെക്കണം. മല്ലിനാഥയുടെ സിമ്പിളായിട്ടുള്ളത് പിക്ചറാണ്. പിക്ചർ എന്ന് പറയുന്നത് ഒരു തരം ജഗ്ഗാണ്. മഹാവീരൻ്റെ ചിഹ്നം ഒരു സിംഹമാണ്. ഇദ്ദേഹത്തിൻ്റെ യക്ഷ, മാതംഗ, യക്ഷി, സിദ്ധായിക ഇത് ഓർത്ത് വെക്കാൻ ഒരു ചെറിയൊരു കോഡുണ്ട്. സിദ്ധാർത്ഥ് മൽഹോത്ര ഒരു സിംഹത്തിൻ്റെ പുറത്തൊരു മത്തങ്ങയും പിടിച്ചിരിക്കുന്നതാണ് ഞാൻ ഇമാജിൻ ചെയ്യാറുള്ളത്. അപ്പോൾ സിംഹം ലയൺ, പിന്നെ മത്തങ്ങയാണ് മാതംഗ, സിദ്ധാർത്ഥ് എന്നുള്ളത് എന്താണ് സിദ്ധായിക. പ്രധാനപ്പെട്ട ജൈനമതമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഏർലി പീരീഡിൽ പ്രാകൃതിലും അർദ്ധമഗധിയിലുമായിരുന്നു ഇത് പ്രധാനമായിട്ടും എഴുതിയിരുന്നത്. ശേഷം ഓരോ സ്ഥലത്തേക്ക് വ്യാപിച്ചതോടൊപ്പം ആ ഒരു റീജിയനിലുണ്ടായിരുന്ന ഭാഷകളിലും ഓരോ കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. സംഗം ഏജിൽ തമിഴിൽ കുറേ ജൈൻ ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സംസ്കൃതം, ഷൗരസേനി, ഗുജറാത്തി, മറാത്തി എന്നീ ഭാഷകളിലൊക്കെ ജൈൻ ടെക്സ്റ്റുകൾ വളരെയധികം അവൈലബിളാണ്. ജൈൻ ടെക്സ്റ്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് കാനോണിക്കൽ ടെക്സ്റ്റുകൾ, അതിനെ അഗമ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അകം. നോൺ കാനോണിക്കൽ ആയിട്ടുള്ള കൃതികളാണ് രണ്ടാമത്തെ കാറ്റഗറി. ജൈന തീർത്ഥങ്കരന്മാരുടെ ടീച്ചിങ്സാണ് ജൈൻ അഗമാസിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. ഇത് അവർ വിശ്വസിക്കുന്നത് അവരുടെ ഡിസിപ്പിൾസ് ആയിട്ടുള്ള ഗണധാരാസാണ് ഒറിജിനലി കമ്പൈൽ ചെയ്തത് എന്നാണ്. ഇതിൻ്റെ പ്രോപ്പർ കമ്പൈലേഷൻ നടക്കുന്നത് വളവിൽ നടന്ന ജൈൻ കൗൺസിലിൽ വെച്ചാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിഗംബരാസ് ബോയ്ക്കോട്ട് ചെയ്തിട്ടുള്ള കൗൺസിലാണിത്. ഇവ എഴുതിയിട്ടുള്ളത് അർദ്ധമഗധി പ്രാകൃത് ഭാഷയിലാണ്. നോൺ കാനോണിക്കൽ ആയിട്ടുള്ള മറ്റ് പ്രധാന വർക്ക്സാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദിഗംബര സെക്റ്റിൻ്റെ ലീഡറായിരുന്ന ഭദ്രബാഹു ചന്ദ്രഗുപ്ത മൗര്യയുടെ ടീച്ചറായിരുന്നു. ഉപസർഗഹാരം സ്ത്രോത്ര, കൽപ്പസൂത്ര എന്നിവ ഭദ്രബാഹുവിൻ്റെ കൃതികളാണ്. ആചാര്യ കുണ്ടുകുണ്ടിൻ്റെ ജൈൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ് സമയസാര, നിയമസാര. രത്നകരൻ്റെ ശ്രാവകചാര, അപ്താമിമാൻസ എന്നീ കൃതികൾ എഴുതിയിട്ടുള്ളത് സാമന്തഭദ്ര എന്ന 2-ാം നൂറ്റാണ്ടിലുള്ള ജൈൻ ഫിലോസഫറാണ്. തമിഴ് ലിറ്ററേച്ചറിലുള്ള ഒരു ജൈൻ കൃതിയാണ് ശിവക ചിന്താമണി. ഇത് എഴുതിയിട്ടുള്ളത് തിരുത്തക്കദേവ എന്ന റൈറ്ററാണ്. ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന തമിഴ് കൃതിയാണ് നാളടിയാർ. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ലോജിക്ക്, എപ്പിസ്റ്റമോളജി, എത്തിക്സ്, ആസ്ട്രോണമി എന്നീ സബ്ജക്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കൃതിയാണ് തത്വവർത്ത സൂത്ര. ഇത് എഴുതിയിട്ടുള്ളത് ഉമാസ്വാമിയാണ്. ഈ ഒരു കൃതി ദിഗംബരാസും ശ്വേതംബരാസും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വീരസേന എന്ന പ്രശസ്ത മോങ്കിൻ്റെ ശിഷ്യനായിരുന്നു ജീനസേന. ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ് മഹാപുരാണയും ആദിപുരാണയും. ശൂദ്രാസ് ആയിട്ടുള്ള ആളുകളെ ഹയർ റിലീജിയസ് പ്രാക്ടീസിലും മോങ്ക്ഹുഡിലൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത് എന്നാണ് ജീനസേന അദ്ദേഹത്തിൻ്റെ ആദിപുരാണയിൽ പറയുന്നത്. സംസ്കൃതത്തിൽ കൃതികൾ എഴുതിയിരുന്ന ഒരു ശ്വേതാംബര ജൈൻ ഓതറായിരുന്നു ഹരിഭദ്ര സുരി. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സമരേ ചകഹ, സദ്ദർശന സമുച്ചയ. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ജൈൻ സ്കോളറായിരുന്നു ഹേമചന്ദ്ര സൂരി. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് സംസ്കൃതം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രാകൃതിൽ, പോയട്രി, പ്രൊസോഡി, അങ്ങനെ പല പല വിഷയങ്ങളിൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിലായിരുന്നു കലികാല ശ്രവജ്ഞ. ഈ ഒരു പദത്തിൻ്റെ അർത്ഥം ദ ഓൾ നോയിങ് ഓഫ് ദ കലികാല, കലിയുഗ എന്നാണ്. ദിഗംബരാസ് സൗത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് പ്രധാനമായിട്ടും സെറ്റിൽ ചെയ്ത ഏരിയയാണ് കർണാടക. അതുകൊണ്ട് തന്നെ കർണാടകയിൽ നമുക്ക് സ്റ്റിൽ ഒരു നല്ലൊരു ജൈൻ റെപ്രസെൻറ്റേഷൻ കാണാൻ സാധിക്കും. ഇവിടെ 9th സെഞ്ച്വറി തൊട്ട് 12th സെഞ്ച്വറി വരെ കുറേ കന്നഡയിലുള്ള വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. കന്നഡ ലിറ്ററേച്ചറിൻ്റെ 3 ജെംസ് എന്നറിയപ്പെടുന്ന പമ്പ, പൊന്ന ആൻഡ് റണ്ണ ഈ 3 കവികളും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. ഈ ഒരു ഏരിയയിൽ ലിംഗായറ്റ്സിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതോടൊപ്പം ജൈനമതത്തിൻ്റെ പോപ്പുലാരിറ്റി കുറയുന്നതായിട്ടും നമുക്ക് കാണാം. അതിനനുസരിച്ച് ആ ഒരു പീരീഡ് ആകുമ്പോഴേക്ക് ലിറ്ററേച്ചർ കുറയുന്നുണ്ട്. ജൈനബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ലേണിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീസാണ് യൂണിവേഴ്സിറ്റി ഓഫ് വളബിയും യൂണിവേഴ്സിറ്റി ഓഫ് കലിംഗയും.
ജൈനമതത്തിൻ്റെ ഫ്ലാഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പഞ്ചപരമേസ്തി എന്നാണ് ഇതിലുള്ള നിറങ്ങൾ പറയാറുള്ളത്. ഇതിൽ 5 നിറങ്ങളാണുള്ളത്: റെഡ്, യെല്ലോ, വൈറ്റ്, ഗ്രീന്, ഡാർക്ക് ബ്ലൂ. ഇത് 5 നിറങ്ങളും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന 5 ഫോൾഡ് ഹൈറാർക്കിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 24 തീർത്ഥങ്കരന്മാരെയും ഈ ഒരു 5 കളറിൽ ഏതെങ്കിലും ഒരു കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു 5 കളറിൻ്റെ ഹൈറാർക്കിയാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. റെഡ് അരിഹന്ത്, യെല്ലോ സിദ്ധ, വൈറ്റ് ആചാര്യ, ഗ്രീന് ഉപാധ്യായ്, ഡാർക്ക് ബ്ലൂ സാധു. ഫ്ലാഗിൻ്റെ സെൻറ്ററിലുള്ള സ്വസ്തിക സോളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ 4 ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂ ഡോട്ട്സാണ് ഹെവൻ, ഹ്യൂമൻ, ആനിമൽ ആൻഡ് ഹെൽ. നമ്മളുടെ കർമ്മങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സോള് റീബർത്ത് ആവുക. അപ്പോൾ അതനുസരിച്ചാണ് ഹെവനിലാണോ, ഹ്യൂമനായിട്ടാണോ, ആനിമലായിട്ടാണോ, ഹെല്ലായിട്ടാണോ എന്ന് നിശ്ചയിക്കുന്നത്. സ്വസ്തികയ്ക്ക് മുകളിലുള്ള ഗ്രീൻ ഡോട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 ജ്വൽസ് ഓഫ് ജൈനിസം ആണ്. ഒന്ന് റൈറ്റ് ഫെയ്ത്ത്, മറ്റൊന്ന് റൈറ്റ് നോളജ്, മറ്റൊന്ന് റൈറ്റ് കണ്ടക്റ്റ്. ടോപ്പിൽ കാണുന്ന യെല്ലോ ഭാഗത്തിനെയാണ് അഡോപ്പ് ഓഫ് ദ ലിബറേറ്റഡ് സോൾ എന്ന് പറയുന്നത്, അതായത് സിദ്ധ. ലിബറേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ഈ ഒരു സിദ്ധ എന്ന് പറയുന്ന അഡോപ്പ്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം സാധനം നോട്ട് പോലെയാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ് കലിംഗ രാജാവായിട്ടുള്ള കരവേളയുടെ ഹതികുംബ ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ ജീനയുടെ ഒരു ഇമേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ജൈനിസത്തിൻ്റെ ഇമേജ് വേർഷിപ്പിൻ്റെ ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക് റെഫറൻസ്. ജൈന മതവുമായിട്ട് ബന്ധപ്പെട്ട സ്കൾപ്ചേഴ്സിന് പൊതുവെ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ലോങ് ഹാങ്ങിങ് ആംസ്. റൈറ്റ് സൈഡിലുള്ള പിക്ചറിൽ നമുക്ക് കാണാം. പൊതുവെ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട തീർത്ഥങ്കരന്മാരെ സ്കൾപ്ചറായാലും മോങ്സിൻ്റെ സ്കൾപ്ചറായാലും ഒക്കെ അതിൽ നല്ല നീണ്ട കൈ ഇങ്ങനെ തൂക്കിയിട്ട പോലെയാണ് കാണാറുള്ളത്. ഈ ഒരു നിൽക്കുന്ന പോസിനെ പറയുന്ന പേരാണ് കായോസ്തർക്ക. മറ്റൊരു പ്രധാനപ്പെട്ട എൻലെസ് നോട്ട് എന്ന് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമ്പിളാണ് ശ്രീവസ്ത സിമ്പിൾ. ഇത് പല ജൈൻ സ്കൾപ്ചേഴ്സിൻ്റെയും നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് സോളിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ, അതായത് പ്യൂരിറ്റിയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ജൈൻ സ്കൾപ്ചേഴ്സ് പൊതുവെ വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ കാണാറുള്ളത്. ന്യൂഡിറ്റിയും ജൈൻ സ്കൾപ്ചേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. പക്ഷേ ലേറ്റർ പീരീഡിൽ നമുക്ക് ശ്വേതാംബര ഇമേജസിലൊക്കെ ലോയിൻ ക്ലോത്തൊക്കെ ധരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ മുൻപ് പറഞ്ഞു ഓരോ തീർത്ഥങ്കരനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചിഹ്നവും യക്ഷിയും യക്ഷിണിയും ഒക്കെ ഉണ്ടായിരുന്നു. പല സ്കൾപ്ചേഴ്സിലും നമുക്ക് ഈ ഒരു യക്ഷീസിനെയും യക്ഷിണീസിനെയൊക്കെ ഇതിൻ്റെ കൂടെ, യക്ഷാസിനെയും യക്ഷിണീസിനെയൊക്കെ ഇവരുടെ കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനൊരു എക്സാമ്പിളാണ് റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ള ചിത്രം. ബുദ്ധമതം പോലെ ജൈനമതത്തിലും ഓരോ തീർത്ഥങ്കരനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ബോധി ട്രീസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു തീർത്ഥങ്കരൻ്റെ മുകളിൽ നമുക്ക് കാണാം ലീവ്സ് ആയിട്ട് ട്രീനെ വരച്ചിട്ടുള്ളത്. തീർത്ഥങ്കരൻ്റെ തലയുടെ ചുറ്റിലും ഹോളോ പോലെ പ്രഭാവലി എന്ന് പറയുന്നൊരു സാധനം പൊതുവെ സ്കൾപ്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഓരോ പ്രത്യേകമായിട്ടുള്ള മാർക്സ് ഒക്കെ കാണാം. ശ്രീലക്ഷ്മി, ഗണേശ, കുബേര തുടങ്ങിയ ഹിന്ദു ഡൈറ്റീസിനെയും നമുക്ക് ജൈനിസത്തിലും ബുദ്ധിസത്തിലൊക്കെ ഷ്രൈൻസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ഗോഡസസ് ആണ് വിദ്യാദേവീസ്. ഇവരുടെ ഹെഡായിരുന്നു സരസ്വതി. ഈ ഒരു വിദ്യാദേവീസിൻ്റെ വേർഷിപ്പിന് ജൈനിസത്തിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ജൈന ട്രഡീഷൻ അനുസരിച്ച് 16 വിദ്യാദേവീസായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ജൈൻ റെപ്രസെൻറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് ഒരു തല നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സരസ്വതിയുടെ ഒരു സ്കൾപ്ചറാണ്. അതാണ് റൈറ്റ് സൈഡിൽ ബോട്ടം കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ലക്നൗ മ്യൂസിയത്തിലാണ് ഉള്ളത്. മധുര ഏരിയയിൽ നിന്ന് നമുക്ക് ചൈനീസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇമേജസും സ്കൾപ്ചേഴ്സും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ജൈനിസം വളരെ പോപ്പുലർ ആയിരുന്നു എന്നാണ്. നമ്മൾ ഗന്ധാര, മധുര, അമരാവതി സ്കൂൾസൊക്കെ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ സ്കൾപ്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മധുരയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് ജൈൻ സ്തൂപയുടെ വെസ്റ്റിജസ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുദ്ധിസം പോലെ ജൈന മതത്തിനും എന്തുണ്ടായിരിക്കണം, സ്തൂപാസ് ഉണ്ടായിരിക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷനലും ടെക്സ്ച്വൽ എവിഡൻസും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്തൂപയുടെ പേര് പറയുന്നത് ദേവനിർമ്മിത സ്തൂപ എന്നാണ്. അതിൻ്റെ മീനിങ് ആണ് ദ സ്തൂപ മെയ്ഡ് ബൈ ദ ഗോഡ്സ്.
മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വീഡിയോയിൽ നമ്മൾ സ്തൂപാസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റിക്കൽ ഡയഗ്രാം അഥവാ യന്ത്രയാണ് സിദ്ധചക്ര. റൈറ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിസ്റ്റിക്കൽ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്വേതാംബര ട്രഡീഷനിൽ സിദ്ധചക്രയെ നവപാത എന്നും ദിഗംബര ട്രഡീഷനിൽ നവദേവത എന്നുമാണ് വിളിക്കാറ്. ഗാംഗറ്റിക് വാലിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ബ്രോൺസ് ഹോഡാണ് ചൗസ ഹോഡ്. ബ്രോൺസ് ഹോഡ് എന്ന് പറയുന്നത് കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഒരുമിച്ച് എക്സ്കവേറ്റ് ചെയ്തിട്ട് ലഭിച്ചതാണ്. ഇതിൽ 18 ജൈനമത തീർത്ഥങ്കരന്മാരുടെ ബ്രോൺസസ് ഉണ്ട്. ഇതിലുള്ള ഏറ്റവും പഴയതായിട്ടുള്ള ബ്രോൺസസിനെ ശുംഗ-ഗുപ്ത പീരീഡിലേക്കാണ് എക്സ്പേർട്സ് ഡേറ്റ് ചെയ്യുന്നത്. ഹിന്ദു പാന്തിയണിൽ വരുന്ന ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജാണ് നൈഗമേഷ. ഇതിൻ്റെ തല കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു ആടിനെ പോലെയാണ് ഇതിൻ്റെ തല. ഈ ഒരു സ്കൾപ്ചറൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ജൈന മതത്തിലും കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ജൈൻ പിൽഗ്രിമേജ് സൈറ്റ്സ് ആണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക ഈ 3 റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ ജൈനിസം പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഗുജറാത്തിലും രാജസ്ഥാനിലുമുള്ള ജൈൻ ടെമ്പിൾസിനെ വിളിക്കുന്നത് ദേറാസാർ എന്നാണ്. കർണാടകയിൽ ബസദീസ് എന്നാണ് ജൈൻ ടെമ്പിൾസ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള ഋഷഭനാഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുജറാത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസാണ് പാലിതാന ടെമ്പിൾസ്. ശ്വേതാംബര സെക്റ്റിലുള്ളവർ ഏറ്റവും ഹോളിയസ്റ്റ് സൈറ്റായിട്ട് കണക്കാക്കുന്ന ഒരു ടെമ്പിൾ കൂടിയാണ് ഇത്. 20ഓളം തീർത്ഥങ്കരന്മാർക്ക് മോക്ഷം ലഭിച്ച സ്ഥലമാണെന്ന് കരുതപ്പെടുന്ന ജാർഖണ്ഡിലുള്ള ഒരു ഹോളി സൈറ്റാണ് ശിഖർജി. ഗുജറാത്തിലുള്ള 16 ടെമ്പിൾസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഗിർനാർ ടെമ്പിൾസ്. ഇതിൽ നേമിനാഥ് എന്ന് പറയുന്ന ടെമ്പിളാണ് 22ാമത്തെ തീർത്ഥങ്കരൻ്റെ ടെമ്പിളാണ് ഏറ്റവും വലിയതായിട്ടുള്ളത്. മഹാവീരൻ്റെ മരണസ്ഥലവും അദ്ദേഹത്തെ ക്രിമേറ്റ് ചെയ്തതുമായിട്ടുള്ള സ്ഥലമാണ് പാവപുരി. ബീഹാറിലെ നളന്ദ ഡിസ്ട്രിക്റ്റിലാണിത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ജൈൻ ടെമ്പിൾസാണ് മൗണ്ട് അബു, രാജസ്ഥാനിലുള്ള മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ദിൽവാര ടെമ്പിൾസ്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച 5 ടെമ്പിൾസാണ് ഇവിടെയുള്ളത്. 11ാം നൂറ്റാണ്ടിൽ വിമൽ ഷാ നിർമ്മിച്ചിട്ടുള്ള വിമൽ ഷാഹി ടെമ്പിളാണ് ഇതിൽ ഏറ്റവും പഴയത്. മറ്റ് ടെമ്പിൾസ് 13, 17 നൂറ്റാണ്ടുകളിലാണ് വരുന്നത്. 31 ജൈന ടെമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെമ്പിൾ കോംപ്ലക്സാണ് ശാന്തിനാഥ് ടെമ്പിൾ കോംപ്ലക്സ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കർണാടകയിലുള്ള ഒരു പ്രധാനപ്പെട്ട ജൈൻ സൈറ്റാണ് ശ്രാവണ ബെലഗോള. ഈ ഒരു ശ്രാവണ എന്ന പദത്തിൻ്റെ അർത്ഥം അസറ്റിക് എന്നാണ്. ബെലഗോള എന്നത് വൈറ്റ് ടാങ്ക്. ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഇവിടെ ഒരു വലിയൊരു ടാങ്കും ഉണ്ട്. 8ാം നൂറ്റാണ്ടിൻ്റെയും 18ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ നിർമ്മിച്ചിട്ടുള്ള 37 ജൈന ടെമ്പിൾസ് ഈ ഒരു സൈറ്റിലുണ്ട്. 17, 18 നൂറ്റാണ്ടുകളിൽ നിന്നുള്ള മ്യൂറൽ പെയിൻറ്റിങ്സും ഇവിടെയുള്ള ടെമ്പിൾസിൻ്റെ വാൾസിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 500ഓളം ഇൻസ്ക്രിപ്ഷൻസും ശ്രാവണ ബെലഗോളയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ശ്രാവണ ബെലഗോളയിലുള്ള ഒരു പ്രധാനപ്പെട്ട ജൈൻ സ്കൾപ്ചറാണ് ഗോമാതേശ്വര സ്റ്റാച്യു ഓഫ് ലോർഡ് ബാഹുബലി. 17.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രേ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ്. ബാഹുബലി എന്ന് പറയുന്നത് ആദ്യത്തെ ജൈൻ തീർത്ഥങ്കരൻ്റെ മകനാണ്. ഇതിൻ്റെ കീഴിൽ നിന്ന് 10ാം നൂറ്റാണ്ടിലുള്ള കന്നഡയിലും തമിഴിലും മറാത്തിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചാവുണ്ടരായ എന്ന രാജാവാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ഇതിനെ ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് മോണോലിത്തിക് സ്കൾപ്ചർ ഇൻ ദ വേൾഡ് എന്നും കണക്കാക്കാറുണ്ട്. ഇത് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ്. 12 വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു സ്കൾപ്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു റിച്വലാണ് മഹാമാസ്താഭിഷേക. അതായത് ബാഹുബലിയുടെ ഹെഡിലൂടെ ഫ്ലവേഴ്സും മിൽക്കൊക്കെ ഒഴിക്കും. 12 വർഷത്തിലാണിത് നടക്കാറുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്കൾപ്ചറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു സ്കൾപ്ചർ പറഞ്ഞപ്പം. ഈ ഒരു ജൈന മതത്തിലുള്ള നിൽക്കുന്ന പോസിന് പറയുന്ന പേരാണ് കയോത്സർഗ പോസ്. അപ്പോൾ ഈ ഒരു സ്കൾപ്ചറും കയോത്സർഗ പോസിലാണ് നിൽക്കുന്നത്. കേളി ഹെയറും ബ്രോഡ് ഷോൾഡേഴ്സും സ്ലിം വേസ്റ്റുള്ള ഈ ഒരു സ്കൾപ്ചറിൻ്റെ കൈകൾ ബോഡിയിൽ ടച്ച് ചെയ്യുന്നില്ല. ഒരു ചെറിയ പുഞ്ചിരിയും ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. ഇത് ഇന്നർ ട്രാങ്കുലിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാലിലും കൈകളിലൊക്കെ നമുക്ക് വള്ളികൾ പടർന്നു കയറുന്നതായിട്ട് കാണാം. ഇത് ഇദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെനൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഒരു മഹാപുരുഷ, അതായത് ഗ്രേറ്റ് മാനിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും സയൻസും ഈ ഒരു സ്കൾപ്ചറിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നീണ്ട് താന്നു കിടക്കുന്ന ചെവി, മറ്റൊന്ന് നീണ്ടിട്ടുള്ള കൈകൾ. ഈ ഒരു സ്കൾപ്ചർ നിൽക്കുന്നത് ഒരു ഫുൾ ബ്ലോൺ ലോട്ടസിൻ്റെ ഒരു ബേസുമലാണ്, റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ള പിക്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട സ്കൾപ്ചറാണ് 84 ഫീറ്റ് ഉയരമുള്ള ലോർഡ് ആദിനാഥയുടെ സിംഗിൾ റോക്കിൽ കൊത്തിയിട്ടുള്ള സ്റ്റാച്യു. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ ഗ്വാളിയോർ, ചന്ദേരി, ഖജുരാഹോ തുടങ്ങിയ സ്ഥലങ്ങളിലും നമുക്ക് ജൈൻ ടെമ്പിൾസ് കാണാം. രാജസ്ഥാനിലുള്ള റണക്പൂർ ടെമ്പിൾസ് നോർത്ത് ഇന്ത്യയിൽ ടിപ്പിക്കൽ സ്റ്റൈലായിട്ടുള്ള നഗര ആർക്കിടെക്ചറിൽ നിന്ന് മാറിയിട്ട് ഹൊയ്സാല ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ജൈൻ സൈറ്റാണ് കൻകാളി തില. ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞ വോട്ടീവ്സ് ലഭിച്ചിട്ടുള്ളത്. കരവേളയുടെ പീരീഡിൽ ഉണ്ടാക്കിയിട്ടുള്ള 2 ഒഡീഷയിലുള്ള കേവ്സാണ് ഉദയഗിരി കേവ്സും ഖന്ദഗിരി കേവ്സും. ഇവിടെയുള്ള പ്രധാനപ്പെട്ട 3 കേവ്സാണ് ഹാത്തി ഗുംബ, റാണി ഗുംബ ആൻഡ് ഗണേഷ് ഗുംബ. ഈ ഒരു കേവ്സിൽ ജൈൻ തീർത്ഥങ്കരന്മാരുടെ കാർവിങ്സും ഇൻസ്ക്രിപ്ഷൻസൊക്കെ ലഭിച്ചിട്ടുണ്ട്. ജൈൻ തീർത്ഥങ്കരന്മാരുടെ ഇൻസ്ക്രിപ്ഷൻ അല്ല, കരവേളയുടെ പീരീഡിലുള്ള ഇൻസ്ക്രിപ്ഷൻസാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ നമ്മൾ മുന്നേ മെൻഷൻ ചെയ്തിട്ടുള്ള ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷനാണ്. ഇത് കരവേളയുടെ പീരീഡിലാണ് എഴുതുന്നത്. ഇതിൽ 17 ലൈൻസ് ഉണ്ട്. ബ്രഹ്മി ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇത് പറയുന്നത് കരവേള എന്ന രാജാവിൻ്റെ കോൺക്വസ്റ്റുകളെ കുറിച്ചാണ്. ഋഷഭദേവന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു ജൈൻ ടെമ്പിളാണ് സ്റ്റോണിജി കി നസിയാൻ എന്ന് പറയുന്ന രാജസ്ഥാനിലുള്ള ടെമ്പിൾ. അജ്മീറിലുള്ള ഈ ഒരു ടെമ്പിളിന് നമുക്ക് ആ ഒരു പീരീഡിലുള്ള കണ്ടംപററി ആർക്കിടെക്ചറുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് കാണാം. അഹമ്മദാബാദിലുള്ള മറ്റൊരു ജൈൻ ടെമ്പിളാണ് ഹാത്തി സിംഗ് ജൈൻ ടെമ്പിൾ. മഹാരാഷ്ട്രയിലുള്ള മാങ്കി ടൂങ്കി എന്ന് പറയുന്നത് ഒരു കുത്തനെയുള്ളൊരു മലയാണ്. ഈ ഒരു മല അറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ദ സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ്. റൈറ്റ് സൈഡിൽ താഴെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു മാങ്കി ടൂങ്കി. 2016 ഇവിടെ ഒരു സ്റ്റാച്യു ഓഫ് അഹിംസ എന്ന് പറയുന്ന 108 ഫീറ്റുള്ള ഒരു മോണോലിത്തിക് സ്റ്റോണിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്കൾപ്ചർ നിർമ്മിച്ചിരുന്നു. ഈ ഒരു സ്കൾപ്ചർ ടോളസ്റ്റ് ജൈൻ ഐഡൽ ഇൻ ദ വേൾഡ് എന്ന റെക്കോർഡിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.